അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 10 മത്സരങ്ങൾ മാത്രമാണ് എല്ലാ ടീമുകൾക്കും ഉള്ളത്. അപ്പോ ടോപ്പ് ത്രീ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഒന്നാം സ്ഥാനത്ത് ആർസണൽ ഉണ്ട്, രണ്ടാം സ്ഥാനത്ത് സിറ്റി ഉണ്ട്, മൂന്നാം സ്ഥാനത്ത് ചെകുത്താന്മാർ. നമ്മുടെ ലാസ്റ്റ് ഒരു വീഡിയോയില് നമ്മൾ പറഞ്ഞിരുന്നു ചെകുത്താന്മാരെ ശ്രദ്ധിച്ചോളൂ എന്നുള്ളൊരു സാധനം പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോയാൽ ശരിക്കും ആര് ചാമ്പ്യൻസ് ആവും എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. വെറും 2 പോയിന്റ് വ്യത്യാസത്തിലാണ് സിറ്റിയും ആർസണലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ആർസണൽ ഇപ്പൊ 29 മാച്ചായി, ഒരു മത്സരം കൂടുതൽ കളിച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ആർസണലിന് 64 പോയിന്റ് ഉണ്ട്, സിറ്റിക്ക് 59, യുണൈറ്റഡിന് 51. പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ 2 പോയിന്റ് വ്യത്യാസത്തിലാണ് സിറ്റിയും ആർസണലും കിടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കറക്റ്റ് രീതി. നമ്മൾ ഇപ്പം ആരടിക്കും എന്നുള്ളതാണ് ശരിക്കും നമുക്ക് നോക്കേണ്ടത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിട്ട് ആർസണൽ തന്നെ അടിക്കാനാണ് കേട്ടോ സാധ്യത. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിറ്റിക്ക് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഇപ്പോ ചില മത്സരങ്ങൾ ടഫാണ് സിറ്റിക്ക്. അതായത് ഇനി വരാൻ പോകുന്ന ആദ്യ മത്സരം ഉള്ളത് നോട്ടം ഫോറസ്റ്റ് ആയിട്ടാണ്. സോ അത് സിറ്റിക്ക് വലിയ പാടില്ല, സിറ്റി വിജയിക്കും എന്ന് വിചാരിക്കുന്നു. വെസ്റ്റ് ഹാമുമായിട്ട് സിറ്റി വിജയിക്കും എന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റൽ പാലസ് ആയിട്ട് സിറ്റിക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ക്രിസ്റ്റൽ പാലസ് അത്യാവശ്യം വൃത്തിയായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ യുണൈറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ പാലസിന്റെ മത്സരം കണ്ടതാണ്. അപ്പൊ അതിൽ ക്രിസ്റ്റൽ പാലസ് യുണൈറ്റഡ് ആയിട്ട് മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്റ്റൽ പാലസുമായിട്ട് ചെറിയൊരു ഒരു ടഫ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ചെൽസി ആയിട്ടാണ് മത്സരം. അപ്പൊ ചെൽസിക്ക് എന്തായാലും സിറ്റിനെ അടിക്കാനുള്ള കപ്പാസിറ്റി ചെൽസിക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ അപ്പോ അവിടെ ഒരു ടഫ് മാച്ച് വരുന്നുണ്ട്. പിന്നെയാണ് ശരിക്കും പറഞ്ഞാലുള്ള ടൈറ്റിൽ ആർക്ക് എന്ന് വിലയിരുത്താൻ പറ്റുന്ന ഒരു മത്സരം വരുന്നത്, അതായത് സിറ്റി വേഴ്സസ് ആർസണൽ മത്സരം. സോ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട സാധനമാണ്. സിറ്റിയെ സംബന്ധിച്ചിട്ട് ഭയങ്കര ടഫസ്റ്റ് ആയിട്ട് ഒരു മത്സരമാണത്. അപ്പൊ പിന്നീട് ബേർണി ആയിട്ട് വരുന്നുണ്ട്, അത് സിറ്റിക്ക് വലിയ കാര്യമില്ല. എവർട്ടൺ ആയിട്ട് സിറ്റി ജയിക്കും, വെൻഫോർഡ് ആയിട്ടും സിറ്റി ജയിക്കും. പിന്നെ ബോൺമൂത്ത് ഉണ്ട്, ബോൺമൂത്തായിട്ടും കുഴപ്പമില്ല, സിറ്റി ജയിക്കും. പിന്നെ സിറ്റിയുടെ ലാസ്റ്റ് മത്സരം വരുന്നത് ആസ്റ്റൺ വില്ല ആയിട്ടാണ്. ആസ്റ്റൺ വില്ല നമുക്കറിയാം ടേബിളിൽ ടോപ്പ് 4 യുണൈറ്റഡുമായിട്ട് ഇങ്ങനെ കിടപിടിച്ച് നിൽക്കുന്നുണ്ട്. സോ ആസ്റ്റൺ വില്ലയുമായിട്ടുള്ള മത്സരവും സിറ്റിക്ക് ടഫായിരിക്കും. അപ്പം ടോട്ടലി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 1, 2, 3 ഏകദേശം 4 മത്സരങ്ങളോളം സിറ്റിക്ക് അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ആർസണലിനെ മറികടന്ന് സിറ്റിക്ക് ടൈറ്റിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 മത്സരം, ഈ 4 കടമ്പകൾ സിറ്റി കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആർസണൽ അടിക്കാൻ സാധ്യത ഉണ്ട്. അതിന്റെ കാരണം നമുക്ക് ആർസണലിന്റെ മത്സരങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റൺ ആയിട്ട് ആർസണൽ വിജയിക്കും, എവർട്ടൺ ആയിട്ട് ആർസണൽ വിജയിക്കും, ബോൺമൂത്ത് ആയിട്ട് ആർസണൽ വിജയിക്കും. സിറ്റി ആയിട്ട് കളിയുണ്ട്, അത് നമ്മൾ മുമ്പേ സിറ്റിയുടെ പറഞ്ഞത്. അതാണ് ശരിക്കും നമുക്ക് കാണേണ്ട മത്സരം. അത് ആർസണലിനെ സംബന്ധിച്ചിട്ട് ടഫാണ്, പക്ഷെ സിറ്റിക്കാണ് കൂടുതൽ ടഫ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ന്യൂ കാസിലായിട്ട് ആർസണൽ വിജയിക്കും, ഫുൾഹാം ആയിട്ട് വിജയിക്കും, വെസ്റ്റ് ഹാം, ബേർണി, ക്രിസ്റ്റൽ പാലസ് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ക്രിസ്റ്റൽ പാലസ് അപ്പോഴത്തേക്കും ലാസ്റ്റ് മത്സരമാണ് ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ആർസണലിലുള്ളത്. അപ്പൊ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏറെക്കുറെ തീരുമാനമാകുന്ന ഒരു സമയമായി നിൽക്കും. അപ്പം സിറ്റിയുടെയും ആർസണലിന്റെയും മത്സരങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് കോമ്പറ്റീഷൻസ് കിടക്കുന്നത് സിറ്റിക്ക് തന്നെയാണ്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആർസണൽ തന്നെ അടിക്കാനാണ് സാധ്യത വളരെ 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 കൂടുതൽ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ആർസണലിനോടും അതേപോലെ സിറ്റിയോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ടൈറ്റിൽ വേണം എന്നുണ്ടെങ്കിൽ മര്യാദക്ക് എല്ലാ കളികളും ജയിച്ചോ. കാരണം ചെകുത്താന്മാര് പുറകെ ഉണ്ട്. ഇനിയുള്ള മത്സരങ്ങളൊന്നും ചെകുത്താന്മാര് തോക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവന്മാര് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, അമ്മാതിരി ഫോമിലാണ് ഓരോ പ്ലേയേഴ്സും. എല്ലാവരും നല്ല ഫോം. ഇനിയുള്ളത് 10 മത്സരം കിടപ്പുണ്ട് യുണൈറ്റഡിന്. ആ 10 മത്സരത്തിൽ അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് കംബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, റോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മര്യാദക്ക് പോയില്ലെങ്കിൽ സിറ്റിക്കും കിട്ടും പണി, ആർസണലിനും കിട്ടും പണി. അപ്പൊ അതുകൊണ്ട്, കാരണം യുണൈറ്റഡിന്റെ മത്സരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ കാസിലായിട്ട് മത്സരമുണ്ട്. ന്യൂ കാസിലായിട്ട് എന്തായാലും യുണൈറ്റഡ് ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആസ്റ്റൺ വില്ലയായിട്ട് ഒരു കോമ്പറ്റീഷൻ വരും. സോ പക്ഷെ ആർസണലിനെ വരെ അടിച്ച് ദൂരെ കളഞ്ഞായിരുന്നു. അപ്പോ ആസ്റ്റൺ വില്ലയെ അടിച്ച് കളയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഇപ്പോഴത്തെ യുണൈറ്റഡിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ബോർമൂത്തായിട്ട് ജയിക്കും. പിന്നെ ലീഡ്സ് ആയിട്ട് കളിയുണ്ട്. ലീഡ്സിനെ സംബന്ധിച്ചിട്ട് അറിയാലോ, വലിയവരെ കിട്ടുമ്പോൾ പണിഞ്ഞു വിടുന്ന പരിപാടി അവർക്കുണ്ട്. അപ്പൊ പിന്നെന്തായാലും ഇത് ചെറുത്താന്മാരുടെ കോട്ടയിൽ വെച്ചിട്ടായതുകൊണ്ട് യുണൈറ്റഡിന് തന്നെയാണ് മുൻതൂക്കം എന്ന് പറയേണ്ടി വരും. പിന്നെ ചെൽസി ആയിട്ട് കളി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഇച്ചിരി ടഫസ്റ്റ് മാച്ച് ആയിരിക്കും. അതും പാലത്തിൽ വെച്ചാണ് കളി. അപ്പോ ചെൽസിക്ക് മുൻതൂക്കം അവിടെ ഉണ്ട്. പക്ഷെ യുണൈറ്റഡ് വേറൊരു ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്
അത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് ബെൻഫോർഡ് ആണ്, പിന്നെ ലിവർപൂൾ ആണ്. ലിവർപൂളിനൊക്കെ യുണൈറ്റഡ് തോൽപ്പിക്കും. പിന്നെ പിന്നെ ഉള്ളത് സണ്ടർലാൻഡ് ആയിട്ടാണ്, പിന്നെ നോട്ടർ ഫോറസ്റ്റ്, ബ്രൈറ്റൺ. അപ്പോ എനിക്ക് തോന്നുന്നു ആർസണലിനെയും യുണൈറ്റഡിനെയും സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ, യുണൈറ്റഡിനെയും ആർസണലിനെയും വെച്ച് നോക്കുമ്പോൾ സിറ്റിക്ക് തന്നെയാണ് ടഫസ്റ്റ് മാച്ചുകൾ കിടക്കുന്നത്. സോ അതുകൊണ്ട് ചാൻസ് എന്ന് പറയുന്നത് അത് ആർസണലിന് തന്നെയാണ്. പക്ഷെ സിറ്റിയും ആർസണലും എവിടെങ്കിലും വീഴുകയാണെങ്കിൽ ആ ഗ്യാപ്പിലൂടെ ചെകുത്താന്മാര് കയറി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷെ ചെകുത്താന്മാര് ഒരുപാട് പിന്നിലാണ് കേട്ടോ. ഏകദേശം സിറ്റിയുമായിട്ട് 8 പോയിന്റ് വ്യത്യാസം കിടപ്പുണ്ട്, ആർസണലായിട്ട് 10 പോയിന്റ് വ്യത്യാസം കിടപ്പുണ്ട്. അത് പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിട്ട് ആ പോയിന്റ് എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. എന്നാലും ചെകുത്താന്മാരുടെ ഫോം വെച്ചിട്ട് നമുക്ക് എന്തായാലും ബാക്കി കണ്ടറിയാം. താങ്ക് യു.